യാ ദേവി സർവഭൂതേഷു ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നവരാത്രിയുടെ 2ാം ദിവസമായ ഇന്ന് ദുർഗാ പരമേശ്വരിയെ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി കാലങ്ങളോളം കഠിനമായ തപസ് അനുഷ്ഠിച്ചതുകൊണ്ടാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചത്. ബ്രഹ്മചാരിണി എന്നാൽ അറിവിന്റെ മൂർത്തിഭാവമാണ്. ദേവി പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹം, വിശ്വസ്തത, ജ്ഞാനം എന്നിവയാണ്. തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി വിശ്വാസത്തോടുകൂടി കഠിനമായ തപസ് അനുഷ്ഠിച്ച് തന്റെ ദൃഢമായ ഭക്തിയിലൂടെ ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുകയാണ് ദേവി ചെയ്തത്. തപസ് അനുഷ്ഠിക്കുമ്പോഴൊക്കെ ദേവിക്ക് ഒരുപാട് കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഭഗവതിയെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ ദേവിയെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ദേവി പിന്മാറാതെ തന്റെ ഉള്ളിലെ പ്രണയത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉറച്ച മനസ്സോടുകൂടി തപസ് അനുഷ്ഠിച്ചു. അതിന്റെ ഫലമായി തന്നെ പരമശിവനെ വിവാഹം കഴിക്കാനും ഭഗവതിക്ക് സാധിച്ചു. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ട്, തങ്ങളുടെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ കപടത കാട്ടി സ്നേഹം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കപടമായിട്ടുള്ള സ്നേഹം അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ വിശ്വാസവഞ്ചന കാണിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഭഗവതി സ്നേഹത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ വിശ്വാസവുമാണ് കാട്ടിത്തരുന്നത്. തന്റെ സ്നേഹത്തോട് ആ ഭഗവതിക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ സ്നേഹത്തില് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തെ നേടാൻ വേണ്ടിയിട്ട് കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ് ഭഗവതി ചെയ്തത്. അപ്പം സ്നേഹവും വിശ്വാസവുമുള്ള ബന്ധങ്ങൾ മാത്രമേ നിലനിന്ന് പോവുകയുള്ളൂ. ഭക്തിയോടെ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് കുജദോഷം, മംഗല്യ തടസ്സം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി ഭഗവതി സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് ഈ പ്രകൃതിയിൽ നൽകുന്നതാണ്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.